ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മാർക്ക് ലിസ്റ്റ് ഫ്രെയിം ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് ഗൂഗിൾ തീം ഫ്രെയിം അല്ലെങ്കിൽ ഗൂഗിൾ തീം ടെംപ്ലേറ്റ്സ് എന്നൊക്കെ സെർച്ച് ചെയ്യുക. നമ്മൾ ഈ ഫ്രെയിം ചെയ്യണത് ഗൂഗിൾ സെർച്ചിൻ്റെ മോഡലിലാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഫ്രെയിം ചെയ്യണ മോഡൽ തന്നെയാണ് ഈ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അന്ന് 1-2 നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് സ്ക്വയർ ഫ്രെയിം എന്നുള്ളത് സെർച്ച് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഫ്രെയിം ചെയ്യണത് 4x4 മിനി ഫ്രെയിമിലാണ്. ആ ഒരു സൈസാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് പല സൈസിലും നമുക്ക് ഈ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സ്ക്വയർ ഫ്രെയിം എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിലുള്ള ഓരോന്നും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ഇതിൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജും കാര്യങ്ങളും പിന്നെ കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഇമേജും അതിന് മാർക്ക് ലിസ്റ്റിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രെയിമിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് സബ് ടൈറ്റിൽ എടുക്കുക. എന്നിട്ട് അതിൽ സെർച്ച് ബാറിൻ്റെ അവിടെ കൺഗ്രാജുലേഷൻസ് എന്ന് വരുന്നത് പോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അതിനനുസരിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. ദെൻ ഇതിലേക്ക് കസ്റ്റമർ ഫോട്ടോയും മാർക്ക് ലിസ്റ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ടും ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആർട്ട് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമുള്ള നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.